വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇറ്റ്സ് മീ ആതിര ഹിയർ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK ഇപ്പോൾ നല്ല എന്താ പറയുക, ഓട്ടം സീസൺ തുടങ്ങിയല്ലോ. അതോടെ തന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ് ഇപ്പോഴും. തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയുള്ള എന്നും രാവിലെ തൊട്ട് രാത്രി വരെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഒരു നല്ല അങ്ങനെ നനഞ്ഞൊരു അന്തരീക്ഷമാണ് കേട്ടോ. രസമാണ്, എന്നാൽ കുറച്ച് തണുപ്പ് കൂടുതലും ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓട്ടം സീസണിനെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീസണാണ്. എല്ലാ സീസണും ഇഷ്ടമാണ്, എന്നാലും ഓട്ടം സീസൺ ഭയങ്കര കളർഫുള്ളാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലും എല്ലായിടത്തും ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്രത്യേക രസമാണ്. കാരണം നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ പറയാറില്ലേ, ആ ഗ്രീന് പിന്നെ പതുക്കെ ഒരു യെല്ലോയിഷായി, പിന്നെ ഒരു അങ്ങനെ ഐ മീൻ ബ്രൗൺ ആയി, പിന്നെ യെല്ലോയിഷായി, പിന്നെ അത് പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോവും. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ തുടക്കം തൊട്ട് ഇപ്പോൾ സമ്മർ കഴിഞ്ഞപ്പോൾ തൊട്ട് ഓരോ സ്ഥലത്തും കളർ ചേഞ്ച് വരുമ്പോൾ ഞാനും വിശാഖും അവിടെ ചെന്ന് ഒന്ന് നോക്കും, ഫോട്ടോസൊക്കെ എടുക്കും. അങ്ങനെ അങ്ങനെ പല പല സ്ഥലത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഒരു സ്ഥലമല്ല, പല സ്ഥലത്തെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാം. ഭയങ്കര സംഭവം ഒന്നുമല്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിവിടെ വരുമ്പോൾ ഈ ഒരു പാത്വേ നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തും ഇപ്പുറത്തുള്ള മരങ്ങൾ നോക്കി അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഓട്ടം. നമ്മുടെ മേപ്പിൾ ട്രീസ് ആണിത്. ഇതാ ഒരു മിനിറ്റ്. മേപ്പിൾ ഇങ്ങനെ പല പല കളേഴ്സ് ഇങ്ങനെ ചേഞ്ച്. ഇപ്പം ഇതിൽ തന്നെ നോക്കി നോക്കി എത്ര കളേഴ്സായി നിലത്ത് കിടക്കുന്നത്. അങ്ങനെ അവസാനം ഈ കളറായി കൊഴിഞ്ഞു. ഈ ഒരു മരത്തുമൊന്നും ഒന്നുമില്ല. ഇനി അടുത്ത കൊല്ലം മേ ബി ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ കൂടുമ്പോഴൊക്കെ ആയിരിക്കും ഇനി ലീവ്സൊക്കെ വന്ന് തുടങ്ങി ഒരു ഗ്രീനിഷൊക്കെ ആവുക. അതുവരെ ചില്ലായ്മയൊന്നും ഒന്നും ഉണ്ടാവില്ല. അവിടെയൊക്കെ കണ്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഓരോന്നുമൊക്കെ ഇതും എപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇനി കൊഴിഞ്ഞു പോവും. പിന്നെ പിന്നെ അങ്ങനെ 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 എല്ലാം കൊഴിഞ്ഞ് ഫുൾ കംപ്ലീറ്റ് ഇങ്ങനെ ഇലയില്ലാത്ത മരങ്ങളായി നിൽക്കും. അതാണ് ഈ ഒരു സീസണിൻ്റെ പ്രത്യേകത. പിന്നെ ഇപ്പോൾ ടൈം സേവിങ്ങിൻ്റെ സംഭവം അറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ടൈം ചേഞ്ച് ആയി, വീണ്ടും 1 മണിക്കൂർ പിന്നിലോട്ടായി. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യനെയും UK-നെയും കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5.5 hours 5.5 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്. മുമ്പ് 4.5 മണിക്കൂറായിരുന്നു. ഇനി ഇത് മാർച്ച് ആകുമ്പോഴാണ് വീണ്ടും 4.5 മണിക്കൂറാവുള്ളൂ. അതുവരെ ഇപ്പോൾ 5.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട്. UAE-നെ കമ്പയർ ചെയ്യുമ്പോൾ മുമ്പ് 3 മണിക്കൂറായിരുന്നു, ഇപ്പം 4 മണിക്കൂറായി ഡിഫറൻസ്. അങ്ങനെ എന്തായാലും നല്ല രസമാണ് ഞങ്ങൾക്ക്. ഇതിൻ്റെ ഇടയിൽ ഗ്രീനിൻ്റെ ഇടയിൽ നമ്മുടെ പുല്ലിൻ്റെ ഇടയിൽ ഈ മേപ്പിൾ ലീവ്സ് കിടക്കുന്നതാണ്. നല്ല ഭംഗിയല്ലേ അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം ഈ മേപ്പിൾ ട്രീ കണ്ടപ്പോൾ ഞാൻ കുറേ ഇലകൾ കഴിഞ്ഞ വർഷം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഉണങ്ങി ഭയങ്കര ഡ്രൈ ആയി പൊടിഞ്ഞു പോയി. ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതൊക്കെയാണ് ഓട്ടം സീസണിൻ്റെത്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫൂട്ടേജസൊക്കെ പല സ്ഥലത്തുനിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്ന മേപ്പിൾ ട്രീസിൻ്റെ ഒക്കെ. മേപ്പിൾ ട്രീസ് മാത്രമല്ല, ഇവിടെ പല പല ട്രീസ് കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ മേപ്പിളാണല്ലോ ഏറ്റവും ഫേമസ് വൺ. UK-ൽ കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നു മേപ്പിൾ ട്രീസ് കുറവാണ് കാനഡേനൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബട്ട് കുറേ ട്രീസ് ഉണ്ട്. ഇത് മൊത്തം മേപ്പിളാണ് കേട്ടോ, ഈ കാണുന്നത് മൊത്തം. ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറേ കുതിരകൾ മേയ്ത് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ അറ്റത്ത് അവർക്ക് മഴയൊന്നും വലിയ വിഷയമൊന്നുമില്ല. അവർ നല്ല നൈസായിട്ട് സിമ്പിളായിട്ട് മേയുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയെന്ന് വെച്ചാൽ കണ്ടോ പല പല കളർ, പല പല ഷെയ്ഡ്സ് ഓഫ് എന്താ പറയുക, ഗ്രീനും അതേപോലെ യെല്ലോ, ബ്രൗൺ, റെഡൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിനി ആഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസിലും ഫോട്ടോസിലൊക്കെ റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഷെയ്ഡ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓട്ടം സീസൺ. നല്ല രസമാണ്, ഭംഗിയാണ്. നമ്മളുടെ നേച്ചർ എങ്ങനെയാണ് ഇത്ര എന്താ പറയുക, കളറൊക്കെ മാറി ബ്യൂട്ടിഫുൾ കളേഴ്സായി. ഇപ്പോൾ ഒരു ഇല വീണു. ഇതിപ്പോൾ ഫ്രഷായിട്ട് വീണതാണ്. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് UK ഇവിടെ ഇംഗ്ലണ്ടിൽ പല പല സ്ഥലത്തെ പല പല സമയത്ത് എടുത്തിട്ടുള്ള ഫുട്ടേജസ് ആണ്. അപ്പോൾ നമുക്ക് കാണാം കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ട്രീസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിന് ഒരുമിച്ചിരുന്ന് എൻജോയ് ചെയ്യാം. അപ്പോൾ ഈ ഓട്ടം സീസൺ അഥവാ ഫോൾ സീസൺ നമ്മളുടെ റോഡ് സൈഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ടൗണിൽ എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് വൂഡ്സിൽ, അതായത് ഇവിടുത്തെ നമ്മുടെ കാട്ടിലൊക്കെ എങ്ങനെയാണ് ശരിക്കും കാണാൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലോറൽ കാർപ്പറ്റ് അല്ലെങ്കിൽ പൂക്കൾ കൊണ്ടുള്ള ഒരു പരവതാനി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഈ ഇലകൾ കൊണ്ടുള്ള ദളങ്ങൾ കൊണ്ടുള്ള പരവതാനി എന്ന് പറയാം. ആ ഒരു ഫീൽ തന്നെയായിരുന്നു ഇലകൾ മുഴുവൻ നിലത്ത് കിടക്കുന്നത് കാണാൻ. എന്താ പറയുക, അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ നമ്മൾ നടക്കുമ്പോൾ, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെയാണ്. ഇത്രയധികം പൈൻ മരങ്ങളുടെ ഇടയിൽ ഒരാൾ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കണ്ടോ? കളർ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അത് കോമൺ ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരമാണ് കേട്ടോ. ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കോമൺ ബീച്ചിനെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഈ കോട്ടാണ് കേട്ടോ. യു ആർ നോട്ട് ബോൺ ടു ഫിറ്റ് ഇൻ, യു ആർ ബോൺ ടു സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതൊക്കെ തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻ്റെ ഫസ്റ്റ് ഓട്ടത്തിൻ്റെ ഫോട്ടോസ് നിങ്ങൾ കണ്ടു. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.